തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു മല തുരന്ന ഒരാളുടെ കഥ. അതെ, ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ. ബീഹാറിലെ ഗയ ഡിസ്ട്രിക്റ്റിൽ ജനിച്ചു വളർന്ന ആളാണ് നമ്മുടെ ദാശരഥ് മാഞ്ചി. ശൈശവ വിവാഹം പ്രചാരത്തിലിരിക്കെ അദ്ദേഹവും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വിവാഹം കഴിച്ചു. കുട്ടിയായിരുന്നത് കൊണ്ടായിരിക്കണം തൻ്റെ വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അതിൽ നിന്നൊരു മോചനത്തിനായി അദ്ദേഹം തൻ്റെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന തൻ്റെ വധുവിനെയും തൻ്റെ നാടിനെയും വീടിനെയും വിട്ട് വർഷങ്ങളോളം ജാർഖണ്ഡിലെ ഒരു കൽക്കരി ഖനിയിൽ ജോലി ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം തൻ്റെ നാട്ടിലെ തന്നെ ഒരു സുന്ദരിയായ യുവതിയോട് ഇഷ്ടം തോന്നി. വിചിത്രമെന്നിരിക്കെ അത് തൻ്റെ ശൈശവത്തിലെ താൻ കല്യാണം കഴിച്ച തൻ്റെ പ്രിയതമിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തുടർന്ന് ഇരുവരുടെ ജീവിതവും ഒന്നിക്കുകയും ആണുണ്ടായത്. ഇവരുടെ ഗ്രാമവും എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു പട്ടണത്തിനുമിടയിൽ ഒരു ഭീമാകാരമായ ഒരു മലയുണ്ട്. ആ ഗ്രാമവാസികൾക്ക് പട്ടണത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 70 കിലോമീറ്റർ സഞ്ചരിച്ച് മലയുടെ വശങ്ങളിലൂടെ ചുറ്റി വേണം പോവാൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിറഗർഭിണിയായ ദേവിയുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ വഴുതി വീണ ദേഹമാസകലം ചോര പറ്റിയ ദേവിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി 70 കിലോമീറ്റർ മലയുടെ വശത്തുകൂടി യാത്ര ചെയ്ത് കൊണ്ടുചെന്നപ്പോഴേക്കും ദേവി മരിക്കുകയാണുണ്ടായത്. ഒരു പക്ഷേ ഒരു നിമിഷത്തിനു മുമ്പെങ്കിലും തൻ്റെ പ്രിയതമയെ എത്തിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളെ തിരികെ കിട്ടുകയില്ലായിരുന്നോ എന്ന കുറ്റബോധം കൊണ്ടോ അതോ തനിക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും ഉണ്ടാകരുതെന്ന ഉറച്ച തീരുമാനം കൊണ്ടോ ആയിരിക്കണം 1960 തൊട്ട് അടുത്ത 22 വർഷത്തേക്ക് അദ്ദേഹം ആ മല രണ്ടാക്കി ഒരു സഞ്ചാരപാത അതിനിടയിൽ കൊണ്ടുവരികയാണുണ്ടായത്. എന്താല്ലേ, അവൾ മരിച്ചു, അവൻ മല രണ്ടാക്കി. ലോകത്തെ മാറ്റിമറിക്കാനൊന്നുമല്ല, പക്ഷെ തനിക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ.